ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. തിരുവല്ലാമലയിൽ കുടിവെള്ള ടാങ്ക് നീക്കം ചെയ്തതിൽ BJP തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ടാങ്ക് നീക്കം ചെയ്ത വിഷയത്തിൽ നേരത്തെ CPM-ഉം പ്രതിഷേധം അറിയിച്ചിരുന്നു. തിരുവല്ലാമല 8-ാം വാർഡ് തീണ്ടാപ്പാറയിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തത്. BJP തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷയായിരുന്നു. ജനറൽ സെക്രട്ടറി PK ഉമേഷ്, മണ്ഡലം സമിതി അംഗം P കൃഷ്ണപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ, ശശിധരൻ, പ്രിയ ശശിധരൻ, ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ വാട്ടർ ടാങ്ക് ആരും എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. അത് BJPക്ക് യാതൊരു പങ്കുമില്ല. കാരണം ഇപ്പോൾ ഭരണം തന്നെ കോൺഗ്രസും CPM-ഉം കൂടി BJPയെ അട്ടിമറിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കുടിവെള്ളം 3-4 വർഷമായി ഈ ടാങ്ക് ഇവിടെ തന്നെ ഇരിക്കുന്നു. വേറെ അതിൽ ജലവിതരണം ഒന്നും നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് അത് നടക്കുന്നതെന്ന് അറിയില്ല. അത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കഴിവുകേട് തന്നെയാണത്. അപ്പം മറ്റുള്ളവർക്ക് ഈ കോളനിയിൽ 30ഓളം കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ ടാങ്ക് വെച്ചിട്ട് ഈ 30ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാത്തത് എൻ്റെ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ഭരണസമിതിക്ക് തന്നെയാണ്. ഇവിടെ ഇന്നൊരു ടാങ്ക് അപ്രത്യക്ഷമായി. അതിൽ ഇവിടെ വന്ന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണസമിതിയും അതുപോലെ തന്നെ BJPയും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ടാങ്ക് അപ്രത്യക്ഷമാക്കിയെന്ന് ഇവിടെ ആരോ ചിലർ പറയുന്നത് കേട്ടു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം 1 വർഷം നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ താഴത്തിറക്കാൻ കൂട്ടുന്നത് ഈ CPM-ഉം അതുപോലെ തന്നെ UDF-ഉമാണ്. ഇവർ തമ്മിലുള്ള അന്തർധാരമാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടക്കുന്നത്. ഇവിടെ ഈ ടാങ്ക് സ്ഥാപിച്ചതിന് ശേഷം അതിന് വേണ്ട ബാക്കി നടപടി ക്രമീകരണമൊന്നും തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി നടത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരുപാട് കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ സ്രോതസ്സുകളൊന്നും തന്നെ ഇപ്പോഴും ലഭ്യമല്ല. ഇപ്പോൾ നമ്മുടെ ജലജീവന മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവല്ലാമല എല്ലാ ഗ്രാമാന്തരങ്ങളിലും വെള്ളം എത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യാതൊരു ലാഞ്ചനയും ഈ പ്രദേശത്ത് കാണുന്നില്ല. മനഃപൂർവ്വം ഇവിടുത്തെ ആളുകളെ അപമാനിക്കുന്നതിനും അതുപോലെ ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കരുത് എന്നുമുള്ള പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഭരണസമിതി നിലയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഭരണസമിതി പ്രവർത്തിക്കുന്ന CPM-ൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1 വർഷത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയെ മറിച്ച് താഴെയിട്ടത്. പിന്നെ ഇപ്പോൾ വീണ്ടും വന്നിട്ട് CPM ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് BJPയെയും അതുപോലെ തന്നെ UDF-നെയും ഒരുമിച്ച് കെട്ടാൻ നോക്കരുത്. ഇവർ രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലാമല.